അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഈ യൂട്യൂബ് ചാനൽ പുതിയതായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സൈഡിൽ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ. ഇന്ന് ഞാനൊരു സ്നാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചിക്കൻ ഡോണട്ടാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഡോണട്ട് നമ്മൾ സ്വീറ്റ് ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഇന്ന് ഞാൻ സ്വീറ്റിന് പകരം ചിക്കൻ വെച്ചുകൊണ്ട് സ്പൈസി ആയിട്ടുള്ളതാണ് ഉണ്ടാക്കിയത്. സാധാരണ നമ്മുടെ ഉഴുന്നുവടയുടെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു സ്നാക്ക്. പ്രത്യേകിച്ച് ഇതിപ്പം രജബ് നോമ്പെടുക്കുന്നവർക്ക് നോമ്പ് തുറക്കാനൊരു വിഭവമായി. അതുപോലെ തന്നെ റമദാൻ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ കുറച്ച് സ്നാക്ക് റെസിപ്പീസ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു വെറൈറ്റി സ്നാക്ക് കൂടിയാണല്ലോ. ഇതിന് വേണ്ടത് കുറച്ച് വേവിക്കാത്ത ചിക്കനാണ്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കുറച്ച് പച്ച മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ഒരു വടയുടെ ഷേപ്പാക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ചിക്കനും കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് അരച്ചിട്ടാണ് ഞാൻ ഈ ഡോണട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സി ജാറിലേക്ക് 1/2 കിലോളം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ ചേർത്ത് കൊടുക്കണം. വെള്ളവും ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞേക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി ഒരു 4-5 പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു സവാള, മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില, പുതിനയില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. വെള്ളം നമുക്ക് പിന്നീട് ഇത് റോൾ ചെയ്തിട്ട് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1-1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി എന്നിവ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ചെറുതായി ഒന്ന് അരഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ മൈദ എന്നിവ ചേർത്ത് കൊടുക്കാം. ഈ മൈദയും കോൺഫ്ലവറും മുട്ടയുടെ മഞ്ഞയും ഒക്കെ ഈ ഒരു ബാറ്റർ നന്നായിട്ടൊന്ന് ഒന്ന് സ്റ്റിക്കിയായി കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ടെല്ലാം ഒന്നുകൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് റോസ്മേരി എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 ലീഫ് പുതിനയില ചേർക്കാം. വീട്ടിലുണ്ടായതാണ്, അപ്പോൾ കണ്ടപ്പോൾ എടുത്ത് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പം 2 നുള്ളു ഉണക്കിപ്പൊടിച്ച കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിർബന്ധം ഇല്ല കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഈ ചിക്കൻ കൂട്ട് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് ബ്രെഡ് ക്രംസും അതുപോലെ മുട്ടയുമാണ്. അപ്പം ബ്രെഡ് ക്രംസ് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ, റോസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കേണ്ടതെന്ന്. അത് കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം, അത് നോക്കണേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിക്കൻ കൂട്ടിൽ നിന്നും കുറച്ച് വലിയ സൈസ് ബോളാക്കി വെക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ടയുടെ ബാറ്ററിനായിട്ട് ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ, അതും ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് ആദ്യം കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് നടുവിലൊരു ഹോളാക്കി എടുത്തിട്ട് മുട്ടയിലേക്ക് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കൻ റിങ്ങിൽ എല്ലാ സൈഡിലും ബ്രെഡ് ക്രംസ് പിടിച്ച് കിട്ടണം. അപ്പം നന്നായിട്ട് ബ്രെഡ് കോട്ട് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്താലും ആ വടയുടെ ഷേപ്പാക്കി എടുക്കണം കേട്ടോ. ഹോൾ അടഞ്ഞു പോയിന്നുണ്ടെങ്കിൽ ഒന്ന് കൈകൊണ്ടൊന്ന് ശരിക്കാക്കി എടുത്താൽ മതി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. മുട്ടയിൽ മുക്കി അതുപോലെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. കുറച്ചൊന്ന് ടൈറ്റായി വരും, അപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്യാം. ഞാനിപ്പം ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിക്കൻ കൂട്ട് ലൂസാണെങ്കിൽ ഇങ്ങനെ റിങ് ആക്കുന്നതിന് മുമ്പേ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അപ്പോൾ കുറച്ച് ടൈറ്റായി വന്നോളൂ. ഇനിയിപ്പോൾ ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിപ്പം ഒരു കടായിയിൽ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ റിങ്ങായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഒരു അരിപ്പയിലേക്ക് ഈ റിങ് വെച്ചിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സാവധാനം ശ്രദ്ധിച്ചിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ, കാരണം ഇത് പൊട്ടിപ്പോവരുതല്ലോ. ആ ഒരു റിങ്ങിൻ്റെ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടണ്ടേ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ പച്ച ചിക്കൻ വെച്ചുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഉൾഭാഗമൊന്നും എന്തായാലും വെന്തിട്ടില്ലല്ലോ.
അപ്പോൾ നമ്മൾ ഈ റിങ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ആദ്യം ഹൈ ആക്കി വെക്കുക. എണ്ണയിലിട്ട ശേഷം ഫ്ലെയിം മീഡിയം ആക്കി ഏറ്റവും ലോ ആക്കി വെക്കണം. കാരണം ഇത് ഉൾഭാഗം കൂടെ വെന്ത് കിട്ടാനായിട്ടാണ് ലോ ആക്കി വെക്കുന്നത്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് 2 ഭാഗവും നന്നായി മൊരിച്ചെടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിപ്പം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വന്നു എന്ന് കാണുമ്പോൾ അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും നന്നായി പൊരിച്ചെടുക്കാം. ഞാനിപ്പം എല്ലാം പൊരിച്ചെടുത്തിട്ട് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഡോണട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ മയണൈസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഡിപ്പിംഗ് സോസ് ആയിട്ട് എന്താണോ നമ്മളോടത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണെന്ന്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയൂലേ അല്ലേ? ആ സൈഡിൽ കാണുന്ന വീഡിയോയിലുള്ളത് ചിക്കൻ ഡോണറ്റ് തന്നെയാണ്. ഇതേ മോഡലല്ല, വേറൊരു വേർഷനാണ് കേട്ടോ അത്. ചപ്പാത്തി പരത്തി എടുത്തിട്ട് നടുഭാഗം ഒഴിവാക്കി റൗണ്ടായി മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ചപ്പാത്തി ഉള്ളിലേക്ക് മടക്കി ആ റൗണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കൊരു റിംഗ് ആയിട്ട് കിട്ടും. ആ റിംഗ് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം, അല്ലാതെയും ഫ്രൈ ചെയ്യാം കേട്ടോ. ഇതൊരു പിക്ചർ വീഡിയോ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. വളരെ ഈസി അല്ലേ? കണ്ടോ, ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മയണൈസിനോടൊപ്പം ടൊമാറ്റോ കെച്ചപ്പിനോടൊപ്പം ഒക്കെ സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക. ആ മെയിൽ ID ആണ് ഞാനിപ്പം കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമോൻസ് കിച്ചൺ.